ആ സാവിത്രി, ഒരു 3000 ഉണ്ടെങ്കിൽ തരുമോ? ഇല്ല, അതില്ലേ സുഖമായിട്ടും സുഖമില്ലാണ്ട് എത്രയായി ഇങ്ങനെ കിടക്കുന്നത്. ഓരോരുത്തരോട് ഇങ്ങനെ കടം വാങ്ങിയിട്ട് എൻ്റെ കയ്യിൽ ചെറിയൊരു വരപ്പവൻ്റെ വളയുണ്ടായിരുന്നു, അതുകൊണ്ട് പണയം വെച്ച് ആ പൈസ എല്ലാം കഴിഞ്ഞു. കടം വാങ്ങാണ്ട് എന്ത് ചെയ്യാനാ? കാണിക്കണ്ടേ? ഇപ്പോൾ കാണിച്ചിട്ട് വേണ്ട 15 ദിവസമായി. ഒരാഴ്ച കണ്ട് വരാൻ പറഞ്ഞ ഡോക്ടർ. ഇപ്പോൾ 15 ദിവസം വരെ പോയിട്ടില്ലെങ്കിലോ ഇനി എന്താണ് പോയി പറയുക? അവർക്ക് പൈസ ഇല്ല പറയാൻ പറ്റുമോ? ആരോടെങ്കിലും ഒന്നും കൂടി ചോദിച്ചു നോക്കട്ടെ. തന്നു കഴിഞ്ഞാലേ വേഗം ഡോക്ടറെ കാണിക്കാമല്ലോ. നിങ്ങൾക്ക് സുഖമായി കഴിഞ്ഞാൽ എനിക്ക് പണിക്ക് പോകാമല്ലോ. ഇനി എന്നെ കാണിക്കണ്ട, വരുന്ന പോലെ വരട്ടേന്നോ? അതിനാണ് ഇത്രയും പൈസയൊക്കെ ഉള്ളതൊക്കെ വെറ്റ് പെറുക്കി ഇത്രയും കടമൊക്കെ വാങ്ങിച്ച് നിങ്ങളെ നോക്കിയത്? സുധേട്ടാ, നമുക്ക് വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വയ്യാതെ വരുമ്പോഴത്തേക്ക് ഞാനാകെ തളർന്നു പോകുന്നു. എനിക്കൊരു ധൈര്യം നിങ്ങളാണ്. മക്കളെ കൊണ്ട് ഒരു ഉപകാരമില്ല. എന്തൊക്കെ പറഞ്ഞാൽ നമ്മളുടെ മക്കളല്ലേ, ഒന്നും കൂടി ചോദിച്ചു നോക്ക്. അവർക്ക് മനസ്സാലിന് വല്ലതും തരുവാണെങ്കിലോ. പഞ്ചേച്ചി, നിങ്ങൾ ചായ കുടിച്ചില്ലല്ലോ? വീട്ടിൽ ചായ ഉണ്ടാക്കിയപ്പോഴേ ഞാൻ ഇങ്ങോട്ട് എടുത്തരാണ്ട്. ആ മോളെ. അല്ല, സുധാകരൻ എങ്ങനെയുണ്ട്? സുഖമായിട്ടുണ്ടോ? സുഖമായിട്ടില്ല മോളെ. ഒരു പ്രാവശ്യം കാണിക്കുന്നതിന് പൈസ എത്ര വേണം? ഇനിയിപ്പോൾ ഒരു 3000 ഉറുപ്പ്യയും കൂടി വേണം. കാണിക്കാനായി ഒരാഴ്ച കൊണ്ട് കാണിക്കാൻ പറഞ്ഞത്. അപ്പോൾ കാണിച്ചിട്ടുണ്ട് 15 ദിവസമായി. ഏട്ടൻ പറയാ കുട്ടികളെ കൊണ്ട് ഒന്നും കൂടി ചോദിച്ചു നോക്കുക, അവർക്കെങ്കിലും മനസ്സലവ് എന്നതിൽ തന്നാലോ എന്ന് എത്ര പ്രാവശ്യം ചോദിക്കുക. സുധാട്ടൻ പറഞ്ഞത് ശരി തന്നെയല്ലേ? അച്ഛനും അമ്മയ്ക്ക് അസുഖം വന്ന പിന്നെ വേറെ ആരോ നോക്കുക മക്കളല്ലാണ്ട്? നിങ്ങൾ പൈസ ചോദിച്ചു നോക്കിയേ ചേച്ചി, എന്തായാലും അവർ തരേണ്ടത് തന്നെയല്ലേ? ആ വാടക തരാണ്ട് ഒരുപാട് വിഷമമുണ്ട് മോളെ. തരാട്ടോ. പിന്നെ വാടകൻ്റെ കാര്യമല്ല വെച്ച് രണ്ടാളും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. വാടക തൽക്കാലം അവിടെ നിൽക്കട്ടെ, അസുഖമൊക്കെ മാറിയിട്ടേ പതുക്കെ തന്നാൽ മതി. എനിക്കറിയാത്തല്ലോ ഇവിടുത്തെ വിഷമങ്ങൾ. ചായ തണുക്കണ്ട, കുടിച്ചേ. പിള്ളേർ അവിടെ നിന്ന് രണ്ടും കൂടിയിട്ട് കളിച്ച് വീഴും. ഞാൻ പോട്ടെ എന്നാൽ. ശരി. ആ ശരി മോളെ. എന്നാ സുധേട്ടാ, എനിക്ക് കുട്ടിയെ ചായ കൊണ്ടുവന്നതാ. ഓണർ കുട്ടി റൂമിൻ്റെ വാടക കൊടുത്തിട്ടില്ല. അവരായതുകൊണ്ട് ശരി, 5-8 മാസമായി വാടക കൊടുത്തിട്ട്. പിന്നെ ചായ തരട്ടെ? ഇതാ ചായ കുടിക്കും. കുട്ടികളുടെ ചായ വെച്ച് എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ അതും കുറച്ചുകൊണ്ട് തരും. നമ്മൾ എത്രയായി ഇവിടെ വാടകയ്ക്ക് വന്നിരിക്കണമെന്നാലേ അവർക്കൊരു ബുദ്ധിമുട്ടായി. വാടക കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് ഇവിടുന്ന് മാറാം. വേറെ എങ്ങോട്ടെങ്കിലും പാവങ്ങൾ ആളുകൾക്കൊരു ബുദ്ധിമുട്ടാക്കരുതല്ലോ. അസുഖം മാറി പണിക്ക് പോകാൻ തുടങ്ങിയാലേ വേഗം വാടക കൊടുക്കും. ഞാൻ പറഞ്ഞൊന്ന് കേൾക്ക്, ഈ മക്കളെ വിളിക്കാതെ. മക്കളെ വിളിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും വിളിച്ചു നോക്കാം. അവരെടുക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ലേ. ഹലോ ഹലോ. ആ മോനെ, എടാ അച്ഛനൊന്ന് ഡോക്ടറെ കാണിക്കണടാ. ഒന്നും സുഖമായിട്ടില്ല. ഒരു 3000 രൂപ സഹായിക്കടാ മോനെ. ഇല്ല, അങ്ങനെ പറയല്ലടാ. താടാ, ഒരു 3000 രൂപ താടാ. ഞങ്ങളെന്തെങ്കിലും പണിക്ക് പോയിട്ട് ഞങ്ങൾക്ക് തിരിച്ചു തരടാ. എന്താടാ അങ്ങനെ പറയുന്നത്? നിന്റെ അച്ഛനല്ലടാ. നാട്ടുകാർ എന്തൊക്കെ ഉപകാരം ചെയ്തറിയാം. എത്ര ആൾ പൈസ തന്ന്. ഓരോ പ്രാവശ്യം ആശുപത്രി പോയി ഓരോരുത്തരും സഹായിച്ചു. അപ്പോൾ ആ കുട്ടി വീട്ടിലെ വാടക 5-8 മാസമായി കൊടുത്തിട്ട് അതുപോലെ ഇപ്പോൾ തരണ്ടെന്ന് പറഞ്ഞിരിക്കണം. അത്ര പോലും ഉപകാരമില്ലടാ നിങ്ങളെ കൊണ്ട്. അവനോട് ചോദിച്ചാൽ പറയും ഏട്ടൻ എന്ത് തന്നത്, നീയൊന്നും തന്നില്ല പറഞ്ഞാൽ അവൻ പറയും എൻ്റെ അടുത്തും ഇല്ല എന്നുള്ളത്. ഒരു 3000 രൂപ ഇല്ലെങ്കിൽ പോട്ടടാ, ഒരു 2000 കൂടെ താടാ. ഞാൻ നാളെ ഒന്ന് ഡോക്ടറെ കൊണ്ട് കാണിക്കട്ടടാ. ഇല്ല, കരഞ്ഞു കാണിക്കേ. ഞാൻ എൻ്റെ അടുത്ത് കരഞ്ഞു കാണിക്കാൻ വന്നതാണോടാ. സങ്കടം കൊണ്ട് കരഞ്ഞു പോയതാടാ. അച്ഛനിങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് സങ്കടമാവുന്നു. ഓടിച്ചാടി പണിക്ക് പോയി കുടുംബം നോക്കിയ ആളല്ലേ. നിങ്ങൾക്കൊന്നും ജന്മം തന്ന മനുഷ്യനല്ലടാ. ആ നന്ദിയെങ്കിലും ഉണ്ട്. നാട്ടുകാർക്ക് സഹായിക്കുമ്പോൾ അല്ലെങ്കിലും എന്തെങ്കിലും താടാ. നീ ഇപ്പോൾ ആരെങ്കിലും സുഖമില്ല പറഞ്ഞിട്ട് ചോദിച്ചാൽ നീ കൊടുക്കാതിരിക്കുമോ? അങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യടാ മോനെ.
നീ വന്ന് തരണ്ട, ആരുടെങ്കിലും മൊബൈലിൽ ഗൂഗിൾ പേ അയച്ചാൽ മതി. ഒരു 1500 നാടാ, ഞാൻ ബാക്കി എന്തെങ്കിലും ചെയ്യണം. ആരോടെങ്കിലും വാങ്ങണം. ഇല്ല, ആയിക്കോട്ടെ, ശരി എന്നാ. പൈസ അവൻ്റെ അടുത്ത് ഇല്ല പറഞ്ഞല്ലേ? സാരമില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്തിനാ മറ്റേ ചോദിച്ച് നാണം കിടന്ന്. അവൻ തരില്ലെന്ന് എനിക്കറിയാം. ഇപ്പം കരഞ്ഞു കാണിക്കുകയാണ് പൈസയ്ക്ക് വേണ്ടിയിട്ടെന്നാണ് പറഞ്ഞവൻ. എത്ര വിഷമമുണ്ടറിയാം മക്കളുടെ വയസ്സിങ്ങനെ ഓരോ വാക്കൊക്കെ വരുമ്പോൾ. ഞങ്ങളൊന്ന് ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കാനായ ഞാൻ പണിക്ക് പോകുമായിരുന്നു. ഇപ്പം ഈ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചിട്ടിട്ട് എനിക്ക് പോകാൻ മനസ്സ് വരുന്നില്ല പണിക്ക് പോകാൻ. ഒന്നും കൂടി കാണിച്ചിട്ട് വന്നാൽ പിന്നെ എനിക്കൊരു സമാധാനമായില്ലേ. അവൻ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകാലോ എനിക്ക്, അവൾ എന്തെങ്കിലും കൊണ്ടുതരുന്ന സമയത്തിന്. സാരമില്ലടി പഞ്ചേ, ഡോക്ടറെ എൻ്റെ അടുത്തും കാണിക്കണ്ട. നീ പണിക്ക് വെക്കോ. എങ്ങനെയാണ് ഞാൻ പണിക്കോട് സമാധാനത്തിൽ പണിയെടുക്കുക? രാവിലെ പോയ വൈകുന്നേരം അവൻ്റെ തിരിച്ചു വരണമെങ്കിൽ. ഞാനൊരു കാര്യം ചെയ്താലോ? ചെറിയ മോനെ വിളിക്കണ്ട, അവൻ്റെ ഭാര്യനെ വിളിച്ചു നോക്കിയാലോ? അവൾക്ക് ഒത്തിരി നല്ല കുട്ടിയല്ലേ, ചിലപ്പോൾ അവളെന്തെങ്കിലും അവനെ അറിയാണ്ട് തന്നാലോ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അവരും വിളിച്ചിട്ട് പൈസ എന്താ പറഞ്ഞേ? നീ കരയാൻ നിൽക്കരുത്. നമ്മളിതുവരെ നമ്മുടെ മക്കളോടല്ലേ ചോദിച്ചിട്ടുള്ളൂ, അവർ തന്നിട്ടുമില്ല. ഞാൻ ആ കുട്ടീനോടൊന്ന് വിളിച്ച് ചോദിക്കട്ടെ. അവൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ എന്നെ വിളിക്കുന്നതല്ലേ. ഹലോ, ആ റീതു മോളെ. ആ, അവനെവിടെ? ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല? മോളെ, അമ്മ ഇപ്പം എന്താ പറയുക വിളിച്ചത്? അച്ഛനെ ഒന്നും കൂടി ഡോക്ടറെ കാണിക്കണമായിരുന്നു. മോളെ, എനിക്കൊരു 3000 രൂപ അയച്ചു തരുമോ? അമ്മ തിരിച്ചു തരാം. ഇല്ല. ആ, 500? 500 രൂപ. ആ, എന്നാൽ മോളെന്ന് 500 അയച്ചു വിടുമോ? ആ ആ ഞാൻ നമ്മുടെ തൊട്ട വീട്ടിലെ ലക്ഷ്മിൻ്റെ നമ്പർ തരാം, അത് ഗൂഗിൾ പേ ചെയ്താൽ മതി. ആ, ആയിക്കോട്ടെ, ശരി എന്നാൽ. ശരി കേട്ടോ മോളെ, ശരി. സുധ, ആ കുട്ടി 500 രൂപ അയച്ചു തരാമെന്ന് പറഞ്ഞു. പഞ്ചേച്ചി, സുധാകരനെ നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണല്ലേ? ശ്രുതിയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കളെ വിളിച്ചിട്ട് പൈസ ഒന്നും കിട്ടിയില്ലേ? ഇല്ല മോനെ, ഞാൻ മൂത്തവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന് പൈസൻ്റെ എന്തൊക്കെയോ ടൈറ്റാണ്, പൈസ ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ചെറിയവനെ വിളിച്ചിട്ട് കാര്യമില്ല, അവൻ പൈസൻ്റെ കാര്യം പറഞ്ഞ് അപ്പം തന്നെ മൊബൈൽ ഓഫാക്കും. പിന്നെ അവൻ്റെ ഭാര്യനെ വിളിച്ചപ്പോൾ 500 രൂപ നാളെ അയച്ചു വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരുടെയെങ്കിലും നമ്പർ കൊടുക്കണം, ഗൂഗിൾ പേ ചെയ്യാമെന്നാണ് പറഞ്ഞത്. പൈസ ഇല്ലാന്ന് വിചാരിച്ചിട്ടേ ഹോസ്പിറ്റലിൽ പോകാണ്ടിരിക്കണ്ട. ഇതിലൊരു 3500 രൂപയുണ്ട്. തൽക്കാലം എന്തായാലും നാളെ ഹോസ്പിറ്റലിൽ പോയിട്ടോ. ഇനിയിപ്പോൾ പൈസ എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ ശ്രുതിനോട് പറഞ്ഞാൽ മതി, ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. പിന്നെ വാടകയെ കുറിച്ച് ഓർത്തിട്ട് ടെൻഷൻ അടിക്കണ്ട. തൽക്കാലം അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ ട്രീറ്റ്മെൻറ്റ് നടക്കട്ടെ. ഇതവിടെ കേട്ടോ. ശരി. സ്വന്തം അച്ഛന് സുഖമില്ലടാ, ആശുപത്രി കൊണ്ടുപോകണം പറഞ്ഞപ്പോൾ 1 രൂപ പോലും ഇല്ല പറഞ്ഞു മക്കൾ. ഇത്രയും പൈസയും കയ്യിൽ വെച്ചിട്ട് ഇതിപ്പോൾ ആരുമല്ല. ആശുപത്രി പൈസ ഇല്ലയെന്ന് പറഞ്ഞു ആ കുട്ടി ഓടി വന്ന് പൈസ കൊണ്ട് തന്നു. മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാലത്തെ ജീവിതം ജീവിച്ച് തീർത്തത്.